ഹലോ ഗൈസ്, നമസ്കാരം. ഇന്ന് ഞാൻ വേറെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വർണ്ണിച്ചായിരുന്നു, നമ്മൾ നെയ്ബറായിരുന്നു അവർ കോട്ടേഴ്സിൽ ഉണ്ടാകുമ്പോൾ. അവർ പിന്നെ വീടും സ്ഥലമൊക്കെ ആയിട്ട് അവർ പിന്നെ മാറി. പിന്നെ ഞങ്ങളും കുറച്ച് ദിവസം അവർ പോയ ശേഷം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർ നമ്മളെ തുടക്കത്തിൽ വന്ന സമയത്ത് അവർ കൊണ്ട് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ വരുമ്പോൾ നമ്മൾ ട്രെയിനിൽ കുറേ 5-6 ബാഗ് വെച്ചു. നമ്മളെ പാത്രങ്ങളും നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ ട്രെയിനിൽ മിസ്സായി പോയി. അതിൻ്റെ ശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഉപയോഗിക്കാൻ പാത്രങ്ങളും ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇല്ലേനു. അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ഏത് ഷോപ്പായാലും പിന്നെ ഏത് കടയായാലും നമുക്കൊരു പരിചയം ഇല്ലേനു. അപ്പോൾ ഇവിടുത്തെ കാക്കെ നമ്മൾക്ക് നല്ല സഹായിച്ചിട്ടുണ്ട്. അവർ നമ്മൾ കർണാടകത്തെ ആൾക്കാർ തന്നെയാണ്. അവർ കുറേ കന്നഡമൊക്കെ അവർക്കും അറിയാം. പിന്നെ അങ്ങനെ അവർ കന്നഡത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നെ ഞങ്ങൾക്ക് ടൗണിൽ കൊണ്ടുപോയിട്ട് കുറേ എല്ലാം നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ സാധനമൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ വീട്ടിൽ TV ഒന്നും ഇല്ലേനല്ലോ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അവർ വീട്ടിലുള്ള TV ആണ് നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അവർ കൊണ്ട് നമുക്ക് കുറേ ഉപകാരമുണ്ട്. എല്ലാത്തിനും നമുക്ക് നല്ലൊരു സ്നേഹമാണ്. അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവട്ടെ പറയുന്നത് തന്നെ ഞാൻ. സോ ഗൈസ്, ഇപ്പം ഞാൻ അവർ വീട് കാണിക്കാൻ പോകുന്നുണ്ട്. അവർ മക്കളും വീടൊക്കെ വീട്ടിൽ ആരെ കൊണ്ട് വന്നോ അറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ അവർ വീട്ടിൽ പോകുന്നത് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. കഴിക്കാനൊക്കെ ഉണ്ട്. കാക്ക സുഖല്ലേ? എന്താ വർത്താനം? ഇത് കുട്ടികൾക്ക് സ്നാക്സ്. ആയിക്കോട്ടെ, ഇനി തിന്നോ, ഞങ്ങൾ എല്ലാവർക്കും തിന്നാലോ. ആണോ? പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ കാക്ക എന്താ വർത്താനം? സുഖല്ലേ? നിങ്ങളിപ്പോ കാണാനില്ലല്ലോ. ഞാന് കാണില്ല, പണിയില്ല, ഡ്യൂട്ടിയിലല്ലേ. ഡ്യൂട്ടിയിൽ കുറച്ച് ദിവസം വൈരം കൂടെ 2 മാസം അവിടെ ഉണ്ടായി. പിന്നെ ഇപ്പൊ ഇവിടെ വട്ടപ്പറമ്പിലാ. അത് ശരി. അൽവുദന്റെ അവിടെ. വീടൊക്കെ അറിയാം. രാവിലെ 5 മണിക്ക് പോയാലേ 2 മണി 1:45 തിരിച്ചു വരും അല്ലേ? അത് ശരി. റെസ്റ്റ് ടൈം വീട്ടിലിങ്ങനെ ഇരിക്കും. അതെ അതെ. നിങ്ങളെ കണ്ടിട്ട് കൊറേ, അതുകൊണ്ട് ഇപ്പൊ ഓടി പോന്നതാ. ഇടക്ക് നിങ്ങൾക്ക് വരാലോ, ആരും വരുന്നില്ല. അവിടെ വരുന്ന സമയത്ത് ചിലപ്പോ നീ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മഞ്ജു ഉണ്ടാവില്ല. അതെ, അങ്ങനെ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഏതൊരു സമയമാകുമ്പോ നമുക്ക് കറക്റ്റായിട്ട് വീട്ടിലേക്ക് വരാം, എല്ലാരും ഉണ്ടാവുമ്പോഴേ. ശരിയാണ്. ഇപ്പൊ കുട്ടികൾ പോയിട്ടുണ്ട്. കുട്ടികൾ ഇപ്പൊ അവർക്ക് ട്യൂഷൻ ചേർത്തിട്ടുണ്ട്. എവിടെ? മോൾക്ക് പിന്നെ മോൻക്ക് മലപ്പുറത്താ. അങ്ങനെ രണ്ടാൾക്ക് ചേർത്തിട്ടുണ്ട്. താത്ത എന്താ വർത്താനം? നല്ല വർത്താനം അല്ലേ? കൊറേ ആയി കണ്ടിട്ട്. അങ്ങനെ കൊറേ സുഖമില്ല പറഞ്ഞ കേട്ടു. എന്താണ് പ്രശ്നം? ആണോ? അപ്പൊ അങ്ങനെ പോകുന്നുണ്ടല്ലേ? എവിടെ കുട്ടി എല്ലാവരും പോയോ? സ്കൂളിൽ പോയോ? പിന്നെ ആഷിക, അപ്സത്തിന്റെ കുട്ടി അവിടെ തന്നെ, അവർ വീട്ടില്? ഓക്കെ. കുട്ടികള് പോയില്ലേ? അപ്പൊ കുട്ടികളെ ഇപ്പൊ കൊണ്ടുവരാൻ കുട്ടികളില്ല. ഇപ്പൊ കുട്ടികള് ഒരു ഭാഗത്തായി, നമ്മളൊരു ഭാഗത്തായി അല്ലേ താത്ത? ഈ താത്താക്ക് എപ്പോഴും തിന്ന് പറയാനുള്ള പരിപാടി തന്നെയല്ലേ? നിങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ലല്ലോ. ആ കോട്ടേഴ്സിൽ ഉണ്ടാവുമ്പോ അങ്ങനെ തന്നെ ആയിരുന്നു. തിന്ന് ആകെ മെല്ലിട്ടുണ്ട്, തടിച്ചിട്ടില്ല, എങ്ങനെ പെന്നെ വലുതാവും പറഞ്ഞിട്ട് ചോദിക്കും. നീ ഇരുന്നോ? വാ ഇരിക്ക. എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നേക്കണല്ലേ? എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചത്? ഞങ്ങളെന്താ കുട്ടിയാണോ? അതെ. ഹലോ ഗൈസ്, പിന്നെ ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ശേഷം പിന്നെ നമ്മളെ റൂം അപ്പുറത്തിപ്പുറത്തായിരുന്നു. നമ്മളെ ഈ താത്താൻ്റെ റൂമും പിന്നെ ഞങ്ങൾ അപ്പുറത്തിപ്പുറത്തായിരുന്നു. പിന്നെ ഇവിടെ ഒരു കുട്ടിയുണ്ട്. ഇത് പിന്നെ താത്താൻ്റെ മോളാണ്, ആഷിഖാൻ്റെ പേര്.
ഹായ് പരി. പിന്നെ ഞങ്ങൾ ആ സമയത്ത് ഞാനൊരു എന്താ പറയാ കല്യാണം കഴിഞ്ഞിട്ട് പുതിയത് വന്നതല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ലാംഗ്വേജും കാര്യങ്ങളും ഒന്നും അറിയില്ല. കട എവിടെ കട ഉള്ളത്, പിന്നെ എന്തെങ്കിലും ചായക്കടി വാങ്ങാനും പറഞ്ഞാലും ഒന്നും അറിയില്ലേനും. അപ്പോൾ ഈ കുട്ടി എപ്പോഴും എന്താ പറയും കടയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിത്തരും. പിന്നെ സ്കൂളൊക്കെ പോകുമ്പോൾ എന്നെ ഉമ്മ കൊടുത്തിട്ട് തന്നെ പോവും. അന്ന് ഭയങ്കര ചെറുതായിരുന്നു അവള്, 3ാം ക്ലാസ് ആയിരുന്നു. ഇപ്പൊ വലിയ കുട്ടി, അമ്മ ആയിട്ടുണ്ട്, 3 മക്കളുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്നേഹമുള്ള കുട്ടിയായിരുന്നു. ഞാൻ നാട്ടിലൊക്കെ പോവാ പറഞ്ഞാല് ഭയങ്കര കരച്ചിലായിരുന്നു. ചേച്ചി ഞങ്ങളെ പോവല്ലി പറഞ്ഞിട്ട്. അങ്ങനെ ഇത്ര ചെറിയ കുട്ടികൾ കൂടി എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട്. ഏതൊരു കുറവില്ല, എല്ലാവരും സ്നേഹം നല്ലോണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഈ താത്തൻ്റെ അടുത്ത് സംസാരിക്കുക. താത്ത അന്ന് വരുമ്പോൾ താത്ത നമ്മളെ നാട്ടിലത്തെ താത്താണോ കൊടകാണ്. കാക്കാന്റെ നാട് കൊടകായിരുന്നു. അവർക്ക് കുറെ കന്നഡൊക്കെ അറിയായിരുന്നു കാക്കാക്ക്. പക്ഷെ താത്ത നമ്മളെ കേരളത്തെ ആളാണ്. താത്താക്ക് മലയാളം അറിയാം, കാക്കാക്ക് നല്ല മലയാളം അറിയാം. അപ്പം അങ്ങനെ അവരും ഞങ്ങളെ മാതിരി തന്നെ നമ്മളെ മലപ്പുറം ജില്ലത്ത് വന്നിട്ട് താമസിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന ശേഷം പിന്നെ നമ്മളെ കോട്ടേഴ്സിൽ നിന്ന് മാറിയ ശേഷം വീടും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നല്ല മക്കളും കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നല്ലൊരു സുഖത്തിലാണ്. ചെറിയൊരു വീടും ഉണ്ട്. മോൻ്റെ ഒരു വീടായിട്ടുണ്ട്. അവനും വേറെ ഒരു സ്ഥലത്ത് തന്നെ നല്ലൊരു മോനുണ്ട്. പിന്നെ അങ്ങനെ എല്ലാത്തിനും സഹായിക്കും. ഞാൻ അന്ന് പ്രസവം കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് പ്രസവം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ശേഷം ആകെ മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നാട്ടിലൊക്കെ വല്ലാതെ തിന്നാനൊന്നും കൊടുക്കൂല പ്രസവിച്ച ശേഷം. പിന്നെ അത്ര നമ്മൾ ഇതുണ്ടാവില്ല പറഞ്ഞിട്ട് നമുക്ക് റവ ഉണ്ടാക്കി കൊടുക്കും. ബ്രെഡ്, റവ, ചപ്പാത്തി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഇവിടെ വന്ന ശേഷം ഇവരൊക്കെ എന്നോട് പറയും, എന്താ നീ ഇങ്ങനെ മെല്ലിട്ടുണ്ട് പ്രസവം കഴിഞ്ഞിട്ട്, നമ്മളെ നാട്ടിൽ ഇങ്ങനൊന്നും അല്ലേട്ടോ പറഞ്ഞിട്ട് എൻ്റെ ആളോട് പറഞ്ഞിട്ട് കുറേ മരുന്ന് ലേഖ ഒക്കെ വാങ്ങാൻ പറയും. പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങി തരും, ഉണ്ടാക്കി വെച്ചും ഭക്ഷണമൊക്കെ എനിക്ക് തരും. പിന്നെ അങ്ങനെ നല്ല സഹായിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു ജാതി മതം പറഞ്ഞുള്ള ഭേദമില്ലാതെ നല്ലൊരു സ്നേഹത്തിലായിരുന്നു. പിന്നെ നമ്മളെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ താത്ത നിങ്ങളിപ്പോൾ സംസാരിച്ചോളി. പറഞ്ഞാൽ മതി കേട്ടോ. എങ്ങനെയായിരുന്നു നമ്മളെ കോട്ടയത്തെ ജീവിതം? അന്നും നല്ല ജീവിതം, ഇന്നും നല്ല ജീവിതം. അപ്പൊ എങ്ങനെ ഞാന് അന്ന് വരുമ്പോ അറിയാനും തടിയൊന്നും ഇല്ലാതെയും ഒന്നും അറിയൂലായിരുന്നു. റൂമിന്ന് പുറത്തിറങ്ങാൻ ഒന്നും അറിയൂലായിരുന്നു. എല്ലാം പിന്നെ നമ്മളെ കോട്ടയത്തിൽ വന്നപ്പോഴെല്ലാം അറിഞ്ഞപ്പോഴല്ലേ. നിങ്ങളെ കൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ റൂമിൽ അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? കുറെ അതെ, പിന്നെ എല്ലാരും നല്ല സ്നേഹം. ഞാനും ചേച്ചിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചി കുറെ നല്ലൊരു സ്നേഹമുള്ള ചേച്ചിയാണ്. എപ്പോഴും നമ്മളെ കണ്ടില്ലേ, അവർ നമ്മളെ ഒരു ജാതി മതം പറയാനുള്ള ഒരു ഇതില്ലല്ലോ. എല്ലാവരും ഒരുപോലെ അങ്ങനെ വരാനും പോവാനും എടുക്കാനൊന്നും അത്ര ഇതില്ലാതെ ഇപ്പൊ കുട്ടികൾ വേറെ വേറെ ഭാഗത്തായി നമുക്ക് സോക്കോടുകളായി ഷുഗറും അലർജിയും അങ്ങനെയൊക്കെ ചെയ്തു. എന്നാലും നമുക്ക് വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. എല്ലാത്തിനും നമ്മൾ ഉണ്ടല്ലോ, നമ്മളെല്ലാ കാര്യത്തിനും എത്തുന്നുണ്ടല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ എന്താ പറയാ, നിങ്ങളെ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഞാൻ ഈ ജീവിതത്തിൽ ഈ നിങ്ങളെ ഞാൻ മറക്കൂല. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുന്നുണ്ട്. പിന്നെ ഇതേ മാതിരി നമ്മളെ കേരളത്തിൽ വന്നാല് എല്ലാവരും സ്നേഹമുള്ള ആൾക്കാർ തന്നെ. ഓരോരോ ആൾക്കാർ നമുക്ക് ചെയ്ത ഇത് ഉപകാരങ്ങൾ കുറെ ഉണ്ട്. അതിനാണ് ഓരോരോ വീഡിയോത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഒരു നാട്ടിൽ വന്നു വിചാരിച്ചിട്ട് ഒരിക്കലും ഒന്നും മറക്കാൻ പാടില്ല. നമ്മൾ എവിടെ ആയാലും നമ്മളെ ഒരു കുടുംബം അല്ലെങ്കിലും നമ്മളെല്ലാവരും വേറൊരു വന്നി പോകേണ്ടതല്ലേ വിചാരിച്ചിട്ട് നമുക്ക് എല്ലാവരോടും സ്നേഹം എപ്പോഴും ഇങ്ങനെ ഉണ്ടാവട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മീ ആൻഡ് ബൈ ബൈ. ഓക്കെ, താങ്ക് യു.